അസ്സലാമു എൻ്റെ പേര് നവാസ്. ഇതെൻ്റെ മകളാണ് ഫാത്തിമത്ത് ഷഹറ. 10ാം ക്ലാസ് വിദ്യാർത്ഥിയാണ്. SLE എന്ന് പറയുന്നൊരു അസുഖത്തിന് കഴിഞ്ഞാണ്. 2 കിഡ്നിയും അവരൊരു കണ്ണ് നഷ്ടപ്പെട്ടു. ഒരു കണ്ണിൻ്റെ കാഴ്ച ഭാഗികമായിട്ട് നഷ്ടപ്പെട്ടു. പഠിക്കാനും അതുപോലെ കലാപരമായിട്ടൊക്കെ ഒരു മിടുക്കിയാണ്. ഞാനൊരു പ്രവാസം കൂടിയായിരുന്നു. സാമ്പത്തികമായി വളരെയധികം പരാജയപ്പെട്ടു. ഞങ്ങൾക്ക് അവർ ചികിത്സിക്കാനുള്ള ഫണ്ട് കണ്ടെത്തേണ്ട ഒരു സ്ഥിതിയിലാണ് ഇപ്പോൾ ഞങ്ങളുള്ളത്. അതിന് ദയവായി സഹോദരങ്ങൾ എന്നെ സഹായിക്കണം. എൻ്റെ വീടും ജപ്തിയിലാണ്. മാനസിക വാട്ടിനങ്ങളും വളരെയധികം തളർന്നിരിക്കുകയാണ്. അല്ലാഹുവിൻ്റെ നാമത്തിൽ ഞാൻ നിങ്ങളോട് സഹായം അഭ്യർത്ഥിക്കുകയാണ്. എന്നെ എൻ്റെ കുടുംബത്തെ നിങ്ങളെ സഹായിക്കണം. ഞാൻ ജഗദീഷ് അത്തിപ്പൊറ്റ. ഞാൻ ഇപ്പോൾ ചേരാനല്ലൂർ ജുമാ മസ്ജിദിന് മുന്നിലാണ്. പ്രിയമുള്ളവരെ, വിശ്വാസികൾ എല്ലാവരും ഇവിടെയുണ്ട്. ഈ മഹലിൽപ്പെട്ട ഒരു പൊന്നുമകളുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങളുടെ മുന്നിൽ എല്ലാവരും ഈ വീഡിയോയ്ക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെടുന്നത്, യാചിക്കുന്നത്. കളിച്ചിരി മാറാത്ത ഈ പൊന്നുമകളെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നതിന് വേണ്ടി 30 ലക്ഷം രൂപയാണ് ഹോസ്പിറ്റലിന് എസ്റ്റിമേറ്റ് കൊടുത്തിരിക്കുന്നത്. കാരണം ഈ പൊന്നുമകൾ SLE എന്ന മാരക രോഗം ബാധിച്ച് 4 ചുമരുകൾക്കുള്ളിൽ ഈ പൊന്നുമകൾ തളച്ചിട്ട പോലെയാണ് ഇരിക്കുന്നത്. ഫാത്തിമത്ത് സഹറ എന്ന ഈ 16 വയസ്സുകാരി സ്കൂളിൽ പോവാൻ പോലും വഴിയില്ലാതെ പ്രയാസപ്പെട്ടിരിക്കുന്ന ഈ പൊന്നുമകളെ ദീനീ സ്നേഹികളായ നിങ്ങളെല്ലാവരും, പ്രവാസ ലോകത്തിരിക്കുന്ന നന്മ നിറഞ്ഞ എല്ലാവരും അള്ളാഹുവിന്റെ നാമത്തിൽ എല്ലാവരോടും കാണുകയാണ്, അപേക്ഷിക്കുകയാണ്. പ്രിയമുള്ളവരെ, നിങ്ങളെല്ലാവരും സഹായിക്കണമെന്ന് ഒരിക്കൽ കൂടി നിങ്ങളോട് ഞാൻ കൈകൂപ്പി അപേക്ഷിക്കുന്നു. വളരെയധികം സങ്കടത്തോടു കൂടിയാണ് ഇന്ന് ഞാൻ എറണാകുളം ജില്ലയിൽ ചേരനല്ലൂർ പഞ്ചായത്തിൽ ചേരനല്ലൂർ മഹലിൽ വെച്ച് ഫാത്തിമത്ത് സഹറ എന്ന് പറയുന്ന 16-കാരിയായ ഈ പൊന്നോമനയുടെ, ഈ മകളുടെ കാര്യങ്ങൾ സങ്കടത്തോടു കൂടി നിങ്ങളിലേക്ക് എത്തിക്കുവാൻ വേണ്ടിയാണ് ഇന്നിവിടെ എത്തിയത്. ഒരു ചാരിറ്റി വീഡിയോ എന്ന് കരുതി നിങ്ങൾ ആരും തട്ടിമാറ്റി പോകരുത് എന്നാണ് എനിക്ക് നിങ്ങളോട് അപേക്ഷിക്കാനുള്ളത്. കാരണം 16 വയസ്സ് പ്രായമുള്ള ഈ മകളുടെ ദയനീയമായ ഒരു അവസ്ഥ, 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഈ വർഷം SLC പരീക്ഷ ഉന്നത വിജയത്തോടു കൂടി പാസ്സാവണമെന്നുള്ള ആഗ്രഹത്തോടു കൂടി ജീവിക്കുന്ന ഒരു മകളാണ്. ഒരുപാട് കഴിവുകളുണ്ട്. ഒരു ചിത്ര കലാകാരിയാണ്. അങ്ങനെ ഒരുവിധം കഴിവുകളൊക്കെ കുട്ടിക്കുണ്ട്. അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും കാണുന്ന എല്ലാവരും